കുട്ടിയാ കുറച്ചേ ഉള്ളി തക്കാളി മാണ്ടിന്നു. അല്ല നിങ്ങളിപ്പോ കൊറേ അല്ല കണ്ടിട്ട് ഈ ഭാഗത്തൊന്നും കാണില്ല. എന്താ പച്ചക്കറി ഒന്നും മാണ്ടപ്പോ നിങ്ങക്ക്? ഇന്റെ സുക്കൂർ വരവില്ലേ? ഞാനിപ്പോ ഈ കാലിന്റെ മുട്ട് വെച്ചാത്തോണ്ടേ ഇങ്ങോട്ട് വരവ് കുറവാണ്. ജയ് ലേശം ഉള്ളിയും കുറച്ച് തക്കാളിയും കൊണ്ട് എടുത്തൂടെ? കാക്കാ നമ്മളെ വീരാങ്കാക്ക വല്ല തക്കാളിയും വല്ല ഉള്ളിയും കൊടുത്താണ്. ഇനി എന്താ വീരാങ്കാണ്ട്? അത് മാത്രം മതി കുട്ടി, അഞ്ഞി ഒന്നും വേണ്ട. എത്രയായി പൈസ? ഇത് 100 റുപ്യ. 100? നിങ്ങളപ്പോ കാണില്ല ചേട്ടോ. ഇവിടെ ഉണ്ട്. എന്നാ പോട്ടെട്ടോ. ആയിക്കോട്ടെ പോട്ടെടാ. അല്ല അംസാക്ക, ഞാൻ നിങ്ങളോട് ഒരു കാര്യം കുറെ കാലമായിട്ട് പറഞ്ഞിരുന്നല്ലോ, അത് എന്തായിക്കണേ? രണ്ടാം ഘട്ടല്ലേ? അതന്നെ. അത് ഞാൻ നോക്കുന്നുണ്ടടാ. നിങ്ങൾ നോക്കി നോക്കി ഞാനാണ്ട് കണ്ണുമ്പോന്നല്ലാതെ എനിക്കൊരു പെണ്ണ് കിട്ടലുണ്ടാവൂലേ? അപ്പോ എന്റെ ആദ്യത്തെ കല്യാണം ഞാൻ ഉണ്ടാക്കി തന്നാണല്ലോ. അതിൽ എനിക്ക് 4 കുട്ടികളായി. അതിനെ വെച്ച് കൊണ്ടുപോകാൻ നെരുങ്ങുന്നുണ്ട് എനിക്കറിയാം. പിന്നെ ഇതും കൂടി ആവുമ്പോഴേ ഈ സംഗതി എങ്ങനെയൊക്കെ ആയിക്കോട്ടെ, എനിക്ക് ഒപ്പിച്ചാൻ പേക്കുവെച്ചെങ്കിലേ നല്ലൊരു എണ്ണമയി ഉണ്ട്, അത് നമുക്ക് ഒപ്പിച്ചാം. ഇനിയിപ്പൊ മയിലായാലും വേണ്ടില്ല കുയിലായാലും വേണ്ടില്ല. എന്നപ്പോ കാണാൻ പോകാൻ പറ്റുക? അത് ഞാനോട് പറയാം. അത് കുറച്ച് ദൂരത്താണ്, കുറച്ച് കായ്ക്ക് ചെലവുണ്ടാവും. നല്ല കുട്ടിയാ. വിരാക്ക അവിടെ നിക്ക്. അപ്പോ ഏതായാലും പോകാനുള്ള ഇത് 100 റുപ്യ വട്ടിക്കായി കെട്ടിക്കാൻ. ഞാൻ ഇപ്പൊ നാളെ പോവേ. ഇതാ 60 റുപ്യ ഉണ്ട്. ഈ ബകീൽ നിങ്ങൾ എത്ര കായിൻ്റെ ഒക്കെ വാങ്ങിക്കണോ? ദത്താ ബദ് മുറുക്കം വാങ്ങാതെ ഇല്ല അർച്ചോനെ. എന്തേ സംസാരിച്ചിപ്പോ വിളിച്ചു? നിങ്ങൾ എന്നോടേ പേരക്കുട്ടിക്ക് ഒരു കല്യാണം വേണമെന്ന് പറഞ്ഞിരുന്നല്ല. നമുക്ക് നല്ല സംഗതി ഉണ്ട്. ഇജേ നല്ല സംഗതി ഉണ്ട് അറിയാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയിക്കണല്ലോ. ആ പേരും പറഞ്ഞാണ്ടേ 100 200 ആയിട്ട് ഇതിനോട് പലപ്പോഴും മേടിച്ചും കൊണ്ടുപോക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ എവിടെ എന്റെ കെട്ടി എവിടുന്നാ പതേ? അത് വലിയ ദൂരമൊന്നുമില്ല, നമ്മളെ മലപ്പുറേ ആ ഭാഗത്തു നിന്നാണ്. ചെക്കൻ മൂലേരാണ്. അതിന് വല്ല കുഴപ്പമുണ്ടോ? മോലേരാണ് വെച്ചിട്ട് എന്താ അംശം കുഴപ്പമുള്ളത്? അത് നമുക്ക് തീർപ്പിതുള്ള കാര്യമല്ലേ. ഒരു മോലേറ്റി നമ്മളെ കുടുംബത്തിൽ ഉണ്ടാകേണ്ട നല്ലതുമാണ്. ഇജാ കെട്ടുന്നാണ് കൊണ്ടുവരേ. എന്നാ ചതേറ്റ് വരിക? ഞാൻ ആ ചെക്കനെ കണ്ടിട്ടില്ല, ബാപ്പാനെ കണ്ടിട്ടില്ല. ആ ബാപ്പാനെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ കണ്ട് വിളിച്ച. പിന്നെ തലേന്ന് വിളിച്ച് പറയണം, പെണ്ണ് കോളേജിക്ക് പോകുന്നുണ്ട്, അപ്പോൾ ഓളോട് അന്നന്ന് മുടക്കാൻ പറയണം. ബേബിയേ ബേബി, എന്താത്താ? ഞാൻ എന്നെ വിളിച്ചത് ഇന്ന് ബക്കറ്റിൽ കാടികളൊന്നും കാണുന്നില്ലല്ലോ, അന്ന് എന്തേ വെച്ചിട്ടില്ലേ? ഒന്നും പറയണ്ടല്ലോ നബീസാത്ത, ഇന്നത്തെ കാര്യം പറയാതിരിക്കുക നല്ലത്. ഇന്ന് ചങ്ങായിക്ക് ബിരിയാണിയൊക്കെയാണ് ഒരു പൂതി, അപ്പൊ ഇന്ന് ബിരിയാണി വെച്ചു ഞങ്ങള്. അതായിക്കോട്ടെ. ഇനി ഞാൻ ബിന്ദുവിന്റെ അടുത്തുണ്ടോ ചോദിച്ചു നോക്കട്ടെ, അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു പശുക്കുട്ടിയല്ലേ ഉള്ളൂ, നിങ്ങളൊന്നും ബിന്ദുവിൻ്റെ അടുത്ത് പോയി ചോദിച്ചു നോക്കുന്നുണ്ടോ? അതല്ല, നിങ്ങൾ പേരക്കുട്ടിയുടെ കല്യാണം ഉണ്ടെന്ന് പറയുന്നത് എന്തായി? വല്ലത് ശരിയായോ? കൊറേ കല്യാണം വന്നു, ഒക്കെ അങ്ങനെ ഞങ്ങൾക്ക് പറ്റുമ്പോ ഓക്ക് പറ്റൂല, ഓൽക്ക് പറ്റുമ്പോ ഞങ്ങൾക്ക് പറ്റൂല, അങ്ങനെയൊക്കെയാണ് പോവാണ്. ഓക്ക് പറ്റണില്ല എന്നുണ്ടെങ്കിലേ നിങ്ങൾ ഓളോടൊന്ന് ചോദിച്ചാ. നിങ്ങൾ വല്യമ്മയല്ലേ, നിങ്ങൾ ചോദിച്ചു നോക്കൂടെയല്ലേ? അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ വയസ്സായതാണ്, നിങ്ങളത് പോട്ടെ. ഓളമ്മാനോടൊന്ന് ചോദിച്ചു നോക്കാൻ പറയും. ഇപ്പോൾ ഒക്കെ പ്രേമവും കാര്യങ്ങളൊക്കെയാണ് കുട്ടികൾക്ക്. ഏത് പറഞ്ഞാലും കുട്ടികൾ പറയും പഠിക്കുകയാണ് അറിയും. എത്ര കല്യാണമാണ് മുടങ്ങിയിരിക്കുന്നത് കുട്ടികൾക്ക്. എൻ്റെ പേരക്കുട്ടി അങ്ങനത്തെ കുട്ടിയൊന്നും അല്ലടി. ഓളേ നേരം വെളുത്താല് സ്കൂളിൽ പോയി എന്നാ ഓള് ഔത്തിയിരിക്കും, പുറത്തേക്കൊന്നും ഇറങ്ങുമൊന്നുമില്ല. ഓളൊരു മനസ്സിനെ മുഖത്തേക്ക് നോക്കൂല്ല. ഇന്റെ പേരക്കുട്ടി വെച്ചിട്ട് പറയല്ല, ഓള് നല്ല കുട്ടിയാണ് താത്ത. ഓള് നല്ല കുട്ടിയല്ലാഞ്ഞിട്ടല്ല, ഞാനും കണ്ടിരിക്കുന്നോള് കോളേജിലേക്ക് പോകുന്നതും വരുന്നതൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഈ കല്യാണം വേണ്ടെന്ന് പറയുന്നതിൽ ഇങ്ങനൊരു കഥയും കൂടി ഒളിഞ്ഞിരിക്കുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഈ ആടിനും ഭജനയും നോക്കി നിൽക്കണം, നിങ്ങൾക്ക് അത് നിശ്ചയില്ലാത്ത കാര്യമില്ല. നിങ്ങളെ മരുവളോട് ചോദിക്കാൻ പറയുണ്ടോ? അത് ഞാൻ എൻ്റെ മരുവളോട് പറഞ്ഞിട്ട് എൻ്റെ മരുവൾ അതൊക്കെ ചോദിച്ചിക്കണു. പക്ഷേങ്കിൽ അങ്ങനത്തെ ഒന്നും ഇല്ലാന്നാ ഓള് പറഞ്ഞത്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതന്നെ കെട്ടിച്ചു കൊടുക്കാനേനു ഞങ്ങളെ തീരുമാനം. എൻ്റെ അബ്ബാസിന് ഒരു സമാധാനവും ഇല്ലായിരുന്നു കല്യാണം നേരാവായിട്ട്. ഓനാ സൂറാബിക്ക് വിളിച്ച, സുക്കൂറിന് വിളിച്ച, വാപ്പാക്ക് വിളിച്ച, തൊയിലില്ലാത്ത വിളിയാണ്. കല്യാണക്കാരെ നോക്കിന്ന് പറഞ്ഞിക്കാണ്ട് ഞങ്ങളപ്പോൾ കുറേ നോക്കണുണ്ട്. സുക്കൂറിനെത്താ ഓൻ അങ്ങനത്തെ ഒരു ചുറ്റുപാടൊന്നുമില്ല. അതിനിപ്പോൾ ബേജാറാവൊന്നും വേണ്ട നബീസാത്ത. 20 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഇന്നിപ്പോൾ ആണിനും പെണ്ണിനും ജോലി ഉള്ളത് നല്ലതാണ്. പഠിക്കുകയാണെങ്കിൽ പഠിച്ചോട്ടെ. അപ്പൊ ആണ്ട് എടുത്തു നോക്കാം. കൊറേ നേരം ആലോചിച്ച് ഫോൺ ഇങ്ങനെ കട്ടാക്കണേ. ആരാത്? അതെ, എന്റെ അബ്ബാസാണ്. ഓൻ പുളിയാണ്. ഓന്റെ പെണ്ണിനെ കെട്ടിച്ചാനയക്കണല്ലോ. അപ്പൊ അതിന് ഏതെങ്കിലുമൊക്കെ ചെറുക്കന്മാരുണ്ടെങ്കിൽ ആരോടെങ്കിലും അന്വേഷിക്കാണ്ടൊന്ന് പറയാന്ന് കണ്ട് വിളിച്ചാണ്. അത് ഓൻ വിളിച്ചൂലേ? ഇജ്ജ് കുട്ടീന്റെ എളാപ്പല്ലേ, ഇജ്ജ് ചെയ്ത് കൊടുക്കേണ്ട കാര്യല്ലത്? എളാപ്പൊക്കെ തന്നെയാണ് ഞാൻ. അത് നമ്മൾ ചെയ്തു കൊടുക്കും വേണം. പക്ഷെ ഇതെന്താ പ്രശ്നം തന്നിട്ട്, അതെന്തെങ്കിലും ആയാലേ സുക്കൂർ ഉണ്ടാക്കിയ കല്യാണം കാലാകാലം പറയും. എന്തിനാ പേര് വെറുതെ കേൾക്കാൻ നിൽക്കണ്? നമ്മളെ തടി ഊരല്ലേ നമുക്ക് നല്ലേ.
എൻ്റെ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ തന്നെ പറഞ്ഞേക്കണു നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടാൻ തന്നെ പോകരുതെന്ന്. പാവല്ലടാ ഓനെ ഓൻ ഒരു പ്രവാസിയല്ലേ, നിങ്ങളൊക്കെ അല്ലേ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. എൻ്റെ ഉപ്പാക്ക് അതിനും പ്രായമായി. എല്ലാ പ്രവാസികളുടെ അവസ്ഥ ഇങ്ങനെ തന്നെ കാരണം അവനാൻ്റെ ആൾക്കാർ ഒരു കാര്യത്തിനുണ്ടാവില്ല. എന്നാൽ ഓൽക്ക് വേണ്ടിയിട്ടേ കാരണം ആ സാധു അവിടെ കിടന്ന് നയിച്ചത്. ഇജ്ജിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓൻ്റെ കാര്യത്തിൽ നമ്മളൊന്നും ഇടപെടാത്ത മാരുണ്ടല്ലോ. ഈ ഒരു സംഗതി ആയതുകൊണ്ടാണ് കുഞ്ഞോനെ, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ലേനു. ഇത് നല്ല ജയിലേക്ക് പോകണമെങ്കിൽ കുഴപ്പമില്ല, വടക്കാ രീതിയിലാണ് പോണിച്ചെങ്കിൽ ആ പേര് കാലാകാലം ഉണ്ടാവും. ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയില്ല സുക്കൂറ, ഇത് എൻ്റെ കാരണവല്ല മോളാന്ന് ചിന്തിക്കാതെ എൻ്റെ കുട്ടിയാണ് ചിന്തിച്ചുകൊണ്ട് ഇതിക്ക് ഇറങ്ങുക. ഇജ്ജ് പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി. അവനാൻ്റെ മക്കളെ മരിക്കൊക്കെ തന്നെ കരുതണ്ടി കാരണവല്ല മക്കളെ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ആകെ ഒരു കാലത്തുണ്ടായിരുന്നു. ഇപ്പം അതൊന്നും നടക്കൂല. എന്താ പറഞ്ഞേറ്റേ, എൻ്റെ അബ്ബാസ് ഒരു പാവാണ്, പക്ഷെ ഓൻ്റെ പെണ്ണുങ്ങളും ഓൻ്റെ അളിയന്മാരുണ്ടല്ലോ ഓരോ ആൾക്കാർ ശരിയില്ല. ഈ വിഷയത്തിന് ഞാൻ ഇറങ്ങണേ ഓൻ്റെ പെണ്ണുങ്ങൾക്ക് എൻ്റെ മൂത്തച്ചിക്ക് തീരെ പറ്റൂല. അതുകൊണ്ട് തന്നെ എൻ്റെ പെണ്ണുങ്ങൾ പറഞ്ഞു നിങ്ങൾ അതിനൊന്നും പോകണ്ടെന്ന്. എന്തിനാ വെറുതെ ഓരോ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ നമ്മളെ തലയിലേറ്റുണ്ട്. എനിക്ക് അബ്ബാസ് ഒരു കാരണവനുള്ളൂ, ഇജ്ജ് ഓനൊരു അഞ്ചനുള്ളൂ. ഈ പെണ്ണുങ്ങൾ എൻ്റെ മൂത്തച്ഛൻ്റെ ബാക്ക് കെട്ടിക്കാണ്ട് ഇതിനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കുട്ടീനെ കെട്ടിച്ചണ്ടേ. എനിക്കൊരു കുട്ടീനെ കെട്ടിച്ചുമ്പോൾ എനിക്ക് അതിൻ്റെ അവസ്ഥ അറിയുള്ളൂ. ഇത് ചിലക്കാതെ ഈ വിഷയത്തിൽ കണ്ടിറങ്ങിക്കോ, അതാണ് എനിക്ക് നല്ലത്. എന്നടി എത്ര നേരമായി മനസ്സാ ഞാൻ നിങ്ങളെ കാത്തുക്കണു. നിങ്ങൾ എവിടെയാനു? ആ പെങ്കട്ടേരെ അംസനെ കണ്ടു. അപ്പൊ ഓനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞു കുറച്ചു നേരം നേരം വെക്കിയതാണ്. വെങ്കട്ടേരാംസനെ ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ അത്ര വർത്താനം പറഞ്ഞിക്കാന്. ആ പെണ്ണിനെ ഒരു കല്യാണം കൊണ്ടുവരാൻ പറഞ്ഞിട്ടേ ഓൻ ഇതുവരെയായിട്ട് ഒരു കെട്ട് ഓൻ കൊടുന്നിക്കൂടാ. നിങ്ങളെ കാണുമ്പോ ഒക്കെ ഓന് വണ്ടിക്കൂലിക്ക് ആണ് അറിഞ്ഞിക്കാണ് 100, 200 ഒക്കെ നിങ്ങളെ എത്തുന്ന വേഗിക്കൊണ്ടുപോകും. ആ കാര്യം തന്നെ നബീസ് പോകാൻ പറയേണ്ടത്. ഒരു മോലേരുട്ടി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ പെങ്കട്ടി ഞാൻ കൊണ്ടുവരാ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വിളിച്ചണ്ട് മരുകളോടൊക്കെ പറഞ്ഞാണ്ടിന്ന് പറഞ്ഞേക്കണം. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളവിടെ നിന്നത്. 100, 200 എപ്പോഴും തോണ്ടലുണ്ട്. ഇതിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. അത് ഈ ആൾക്കാർ അങ്ങനെ തന്നെയാണ് നബീസു. മോലിയരുട്ടിനെ കൊണ്ടുണ്ട് എന്നാ നിങ്ങളെ മരുവൊക്കെ അത് പറ്റുമെന്നാവോ? ഓക്കെ ഏത് കണ്ടാലും ഒസ്വാസ് തീരൂല. പിന്നെ മോലിയരുട്ടി ആകുമ്പോ തീരെയും പറ്റൂല. നല്ലതല്ലേ നമ്മളെ കുടുംബത്തിൽ ഒന്ന് ദ്വാരക്കാനേലും ഒരാൾ അറിണ്ടുണ്ടാണ്ട് നല്ലതല്ലേ. നമ്മളെ സുക്കൂറിനെ നമ്മൾ കൊണ്ടാക്കിയില്ല മൂലേര് പഠിപ്പിച്ചാൻ വേണ്ടി. ഒരല്ലേ 1.5 കൊല്ലേറ്റവും നിന്നിക്കാണ്ട് ഒരു പടുമൂലേരായിട്ടോണ്ട് പോകുന്നു. അപ്പൊ അതുമില്ല ഇതുമില്ലാത്ത ഭാരത്തിലായില്ല അവന്റെ പോലും. എന്റെ മരുകളോടെ ഇജ്ജന്നെ പറഞ്ഞിക്കാണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താണ്ടി. ഓളെ ആങ്ങളാരിപ്പോ 2-3 കെട്ട് കൊടുന്നല്ലോ. അങ്ങനത്തെ പഠിപ്പുള്ളവരാണ് ഇങ്ങനത്തെ പഠിപ്പുള്ളവരാന്നൊക്കെ പറഞ്ഞിക്കാണ്ട്. എന്നിട്ട് വല്ലതും ശരിയായോ? എല്ലാ കാര്യങ്ങളും ഓല് തന്നെ കൊണ്ടുവരണം. ഞാൻ പിന്നെ അബ്ബാസ് ഇങ്ങനെ വിളിച്ചാറിട്ട് അയക്ക് ഇറങ്ങുകയാണ്. ചിസ്റ്റണ്ടായിട്ട് ഇറങ്ങല്ല. പിന്നെ ഇപ്പൊ എന്റെ പേരക്കുട്ടി ആയില്ലേ, ഇറങ്ങാതിരിക്കാൻ പറ്റൂലല്ലോ വെച്ചിട്ട് ഇറങ്ങുകയാണ്. നിങ്ങൾ വല്ലിപ്പല്ലേ ഓളെ? നിങ്ങൾ ഇറങ്ങണ്ടേ? പിന്നെ ഓല് കൊണ്ടുണ്ട് വെച്ചിട്ട് നിങ്ങൾ അതിൽ ഇറങ്ങാതിരിക്കാനൊന്നും പറ്റൂല. ഈ കല്യാണമൊക്കെ കൊണ്ടുണ്ടതേ പറ്റാത്തതേ നിങ്ങളെ പേരക്കുട്ടിക്കല്ല, നിങ്ങളെ മരുവക്കാണ്. ഓക്ക് പുതിയാപ്പിള നല്ല ചൊർക്കും വേണം, ചൊങ്കും വേണം, നറും വേണം, എല്ലാതും വേണം. ഒക്കെ ഓള് കെട്ടണ മാതിരിയാണ്. ഇതേ അബ്ബാസിന് പറ്റായൊന്നും ഉണ്ടാവില്ല. നീ മോലേരാണ് വെച്ചിട്ട് ഈ കെട്ട് അംസനോട് ഏതായാലും കൊണ്ടുവരാൻ പറഞ്ഞേക്കണു. പറ്റുകയാണെങ്കിൽ നമുക്കാണ് നടത്തണം. പൊന്നാട് വീടാക്കാണ് ഇപ്പോഴത്തെ പെൺകെട്ടിൻ്റെ കാര്യമൊക്കെ ഒരു കഥയാണ്. നമ്മളിപ്പോൾ ഈ സംഗതിക്ക് വേണ്ടിയിട്ട് 4 ഭാഗത്ത് മണ്ടി നടക്കുക എന്നല്ലാതെ പിന്നെ ഇപ്പോൾ ഒക്കെ ഈ മൊബൈലിൽ കൂടി ആണ്ടും കൊണ്ടൊക്കെ അല്ലേ ഈ കാണലും പറ്റലും ആണല്ലോ. മൊബൈൽ വന്നതിനകത്താണ് ഇപ്പൊ നിങ്ങളെ പോലത്തെ ഒന്നും നടക്കാത്ത. ആ അവിടെ പറയും ചെരുപ്പ് തേഞ്ഞ് ബാക്കിയപ്പോ. അല്ല ഇപ്പൊ ഈ നമ്മളെ ഇവിടേക്ക് എന്റെ കുട്ടിയാക്കേ ബജ്ജ് പച്ചിട്ട് പറഞ്ഞു കൊടുത്തക്കണോ? പറഞ്ഞോട്ടൊക്കെ അല്ല നമ്മ ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ അങ്ങാടിന്ന് അങ്ങ് തിരിയാൻ പറഞ്ഞേക്കണോ? ഒന്ന് വിളിച്ചോക്കാം. ഞാൻ വിളിച്ചോക്കട്ടെ. ഞാൻ ഈ മുറുക്കൽ ഇപ്പോഴും നിർത്തിയിട്ടില്ല അല്ലേ? അതിങ്ങനെ എപ്പോഴെങ്കിലും ഉള്ളു. കഞ്ഞിവെള്ളം കുടിച്ചിന്റെ ശേ ഒന്ന് ഇങ്ങനെ മുറുക്കും. ഹലോ, നിങ്ങൾ എവിടെ എത്തി? ആണ്ടൊന്നും പോണ്ട, ഇങ്ങണ്ടേ ഇങ്ങ് തിരിച്ചിങ്ങോട്ടേ പോരി. ഒരു 1/2 കിലോമീറ്റർ ഇങ്ങോട്ടേ പോയി. നിങ്ങൾ ആ ബസ് സ്റ്റോപ്പിനാ തിരിയാനല്ലേ പറഞ്ഞത്? നിങ്ങൾ എവിടേക്ക് പോയി? ആ ചെറിയ റോഡ് പറഞ്ഞു കൊടുത്ത്. ആ ഇങ്ങോട്ട് പോരും. ആ വലത്തെ ഭാഗത്ത് തിരിയാ. ആ ബസ് സ്റ്റോപ്പ് ഉണ്ടാവും. ആ നേരെ ഇപ്പോൾ ഞങ്ങൾ പണ്ട് പേരില്ലേ മുന്നത്തെ ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. 2-3 ബാർഫും പേരുണ്ട്. ലെഫ്റ്റ് പോന്നാൽ മതി. അതിലാണ് അവിടെ വന്നാൽ കാണാം. ആ ആയിക്കോട്ടെ. ആ എന്നാ ആയിക്കോട്ടെ. അനുസരിച്ച് ഓലോടേ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കണില്ലേ? മോന് ചെക്കപ്പം പോയിട്ട് അതിനത്ര ആയിട്ടില്ല. അപ്പോൾ വലിയ വർത്താനൊന്നും പറഞ്ഞിക്കാണ്ടൊന്നും പെങ്കെട്ട് നടത്തണ്ട. അതൊക്കെ ഞാൻ അതിന് മട്ടത്തേനെ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഏറ്റുറ്റി വരാൻ പറ്റൂല്ലോ. ആ പിന്നെ ഇപ്പോൾ ഈ കോയാണ്ട് നിങ്ങൾ ചോദിച്ചല്ലോ, അത് നടക്കൂല.
ആ അത് വയസ്സ് ആ ചെക്കന് 19 വയസ്സായിരിക്കണം, പെണ്ണ് 19 വയസ്സായിട്ട് എങ്ങനെ നടക്കും? ആ വണ്ടി എൻ്റെ ഇപ്പം ഇങ്ങോട്ട് തന്നെയാണ്. ആ പോലെ തന്നെയാണത്. ആ അങ്ങോട്ട് ഇറക്കി കളി. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇങ്ങോട്ട് കയറിക്കോളി. സാനിപ്പാ ആ കസാല കൊടുത്തിട്ട് എടുക്കടാ. അവിടെ കിട്ടാളാ. അവിടെ ഇട്ടോ, ആ അവിടെ ഇരുന്നോളി. അവിടെ ഇരുന്നോളൂ. നിങ്ങൾ ബജ്ജ് വല്ലാതെ പഴിച്ചു പോയോ? റോഡ് വെച്ചിക്കാണ്ട് കുറച്ചാണ്ട് പോയി. അപ്പോൾ തന്നെ അംസാക്ക് ഞങ്ങളെ വിളിച്ചു. സാനിപ്പാ ഈ കുട്ടീനാണ് കൊണ്ടുപോയിക്കോ. ഇമ്മാനോടേ ചായ വെള്ളം എന്തെങ്കിലും എടുക്കാൻ പറയും. ആണ് പോയിക്കോട്ടോ. കുട്ടീൻ്റെ കുടിയിൽ ഇപ്പം ആരൊക്കെയാ ഉള്ളത്? ഞങ്ങൾ 2 മക്കളാണ്. എൻ്റെ മൂത്തൊരു പെണ്ണാണ്. ഓളെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇപ്പാക്ക് ഇപ്പം എന്തെങ്കിലും ഏർപ്പാടുണ്ടോ? ഇപ്പൊ പള്ളിക്ക് കത്തിപ്പാര് ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കണേ ചാവക്കാടാണ് മൂപ്പര് പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. ദർശൊക്കെ ഉണ്ട്. ആ അവിടെ ആണ്ട് കൊടുക്കടാ. ഇച്ചി വേണ്ട, വലിയപ്പാക്ക് കൊടുത്താളാ. അലച്ചു വേണ്ട, മകരട്ടെങ്ങനില്ലേ? ആ ഈ പിന്നെ കുടിച്ചാൽ മതി, മരമില്ലാത്ത കിട്ടാ. ഇതിപ്പോൾ ആരാന്ന് മനസ്സിലായ? ഇതേ കുട്ടിയുടെ വല്ലിപ്പയാണ്. പിന്നെ ഇപ്പം ആ മന്ന കുട്ടി ഉണ്ടല്ലോ, ഓൻ്റെ മൂത്തതാണ് പെണ്ണ്. ഓൻ്റെ തായും ആ ചെറിയ കുട്ടി പെണ്ണിന്ന് വന്നപ്പോൾ അത് നന്ന ചെറിയത്. ഇതിപ്പോൾ എൻ്റെ മൂത്ത മോൻ്റെ മക്കളാണ്. ഓൻ ദുബായിലാണ്. ഓ അപ്പോൾ പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞേക്കണു. കല്യാണമൊക്കെ ഒന്നും ശരിയായ ബെർണച്ചിട്ടാണ്. എന്നാൽ കുട്ടീനെ ഒന്ന് വിളിച്ചാളി, ഒരു കണ്ടോട്ടെ. ഇങ്ങോട്ട് വിളിക്കണ്ട. സാനിപ്പാ പെണ്ണിനോട് ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയാം. ഉമ്മാനോട് പറഞ്ഞാട്ടോ. ഞങ്ങൾ നീച്ചിക്കാണ്ടേ ആണ്ടാട്ട് കുട്ടി അവിടെ വന്നിട്ടുണ്ടോ ആണ് ചൊല്ലി. പെണ്ണാ അല്ല ഓനെ പഠിച്ചെന്നെ ഇപ്പോഴും എന്തെങ്കിലും പണി എന്തെങ്കിലും ഉണ്ടോ? ഓനേ ഈ ഹുദവി ബിരുദം എടുത്ത ആളാണ്. ഇപ്പോൾ ഒരു പള്ളിയൊക്കെ അത് തൽക്കാലമാണ്, ഒരു ഖത്തീബായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ അവിടെ. ഞാൻ പോവാ, ഞങ്ങൾ ഇറങ്ങട്ടെ. ആ എന്നാൽ ആയിക്കോട്ടെ. എന്നാലേ അസ്സലാമലൈക്കും. ബിലാക്ക എന്നാൽ ഞാനും കൊണ്ട് ഇറങ്ങട്ടെ. ആ എന്നാ ആയിക്കോട്ടെ. ആ ആയിക്കോട്ടെ. സാനിപ്പാ ആ ഇപ്പൊ എന്നാ പോട്ടടാ, ആടിന് വെള്ളം കാട്ടാനുണ്ട്. ഉമ്മാനോട് പറഞ്ഞാളട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരാ? അല്ല ആ ആടുകൾ അവിടെ ഉമ്മ എത്തൊക്കെ കാട്ടിക്കണമെന്നാവും. ഉമ്മാനോട് പറഞ്ഞാളല്ലേ. എത്ര കുട്ടിയെ മട്ടം കച്ച് പറ്റിക്കണോ? ഞാൻ എൻ്റെ വീട്ടിൽ വരാം, നിങ്ങളിവിടെ സൂചിപ്പിച്ചാളി. എന്നാൽ ഞാനേ ഇപ്പം തന്നെ ബീരാങ്കാക്ക ബീരം കൊടുത്താട്ടാ. നിങ്ങൾ പോയിക്കോളി എന്നാലും. നീനുട്ടിയെ പേ നോക്കുക. ഓളെ തലയിൽ ഓരോ പേ ഉണ്ടായിക്കണു. ഇപ്പോൾ സ്കൂൾക്ക് ഒക്കെ ഇറങ്ങാറ്. ഓളാണെങ്കിൽ നോക്കാനും ആയിക്കണില്ല. ഓൾക്ക് ആ ഫോണമ്മ കളിച്ചിരിക്കാനും ഓള് പാഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഞാൻ പിടിച്ചതാ. ചെക്കൻ കണ്ട് പോയിട്ട് ഇപ്പോൾ വല്ല വിവരം കിട്ടിയോ? അംസേരെ വിളിച്ചിരുന്നു നിങ്ങൾക്ക്? അംസ വിളിച്ചിരുന്നു നബീസോ. ചെക്കന് പറ്റിയൊക്കെ ചെയ്തേക്കണു. ബാക്കിയുള്ള വീരത്തിനെ ഞാൻ ഈ പിന്നെ വിളിച്ചാന്ന് പറഞ്ഞിക്കാണ്ട് ഓൻ ഫോണ് കട്ട് ചെയ്തു. ഞാൻ അങ്ങോട്ട് നടന്നു പോരുമ്പോഴാണ് ഓൻ വിളിച്ചിണ്ടത്. എന്നാലേ ആ കല്യാണം നടക്കൂലട്ടോ. നിങ്ങളെ അംസക്ക് തിരിച്ചു വിളിച്ച് പറഞ്ഞാളി. അതെന്താ നബീസോ അങ്ങനത്തെ ഒരു വർത്താനം പറയേണ്ടത്? നിങ്ങളെ മരുവൾ ഇപ്പോൾ ഫോൺ വിളിച്ച് വെച്ചിട്ടുള്ളൂ. പേരക്കുട്ടിക്കേ പുതിയാപ്പളിനെ പറ്റിയിട്ടില്ല അത്രേ. മോലേരായതുകൊണ്ടാണ് അവൾക്ക് പറ്റാത്തത് എന്നാ മരുവള് പറഞ്ഞത്. എന്നാലേ പേരക്കുട്ടിക്ക് ഇനി കെട്ട് നോക്കണ പരിപാടി വല്ലിപ്പ നിർത്തിക്കണമെന്നൊന്ന് പറഞ്ഞാണ്ടി. എൻ്റെ മോനോട് വരാൻ പറഞ്ഞാളെ. എന്നിട്ട് ഓളി ഓൻ്റെ സൗകര്യത്തിനെ ഓനോട് നോക്കാൻ പറഞ്ഞാളെ. ഇച്ചിഞ്ഞ് ഇതിനെ പിന്നാലെ എടുക്കാൻ ബജ്ജ നബീസോ. ഈ പുതിയാപ്പള ചേർക്കനെ നബീസോ നല്ല ചേലും ചോർക്കുള്ള ചെക്കന്. ഇവനൊക്കെ ഓൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഏതാ ഇപ്പോൾ ഓൾക്ക് പറ്റുക? നല്ലൊരു മോലേര് കുട്ടി, കുടുംബത്തിലും ഒരു അല്ലലും ഇല്ലായിരുന്നു. ആകെ ഒരു പെങ്ങളുള്ളൂ. ഓളെ കെട്ടിച്ചയച്ചും ചെയ്തേക്കണു. പെരിയിൽ പിന്നെ അമ്മായിമ്മയും ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അംസ എന്നോട്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ നല്ല പറ്റിയും ചെയ്തിരുന്നു. ഈ ബാക്കിയൊക്കെ അമ്മക്ക് അന്വേഷിച്ചിട്ട് വരാൻ പറയാന്ന് പറഞ്ഞതേനു. മരോള് വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു എന്താ അടി ഓക്ക് പറ്റാത്തത്. അപ്പോൾ ഓള് പറയാണ് കല്യാണം കഴിഞ്ഞിക്കാണ്ടേ പുറത്തേക്കൊക്കെ പോകുമ്പോളേ മൂല്യരായാൽ ഈ പർദ്ദി മോറൊക്കെ മറിച്ച സാധനമൊക്കെ ഇടേണ്ടി വരും. അതുകൊണ്ട് ഓക്ക് പറ്റൂല അത്. അപ്പോൾ ഓൾക്ക് എന്നാലേ പാൻറ് കുപ്പായിട്ട് നടക്കേണ്ടി വരൂലേ പുതിയാപ്പളുടെ അപ്പം? അതിനേക്കാരം ഓൾക്ക് എന്താ അപ്പം ഈ പർദ്ദയും ഈ മോറൊക്കെ മറിച്ച് നടന്നു വെച്ചിട്ട് എന്താ കുഴപ്പമുള്ളത്? ഒരു മൂലയന്മാരൊക്കെ ഒപ്പം നടക്കുമ്പോഴേ അങ്ങനെയൊക്കെ നടക്കേണ്ടി വരും. അതാണ് ഇപ്പോൾ ഓളെ ബിസയല്ലേ. എന്നാൽ അങ്ങനെയാണെങ്കിലേ വല്ല ടൗസറൊക്കെ ഇട്ട് നടക്കണ്ടേ പുതിയാപ്പാള കിട്ടുമെന്നേ ഓളോടൊന്ന് നോക്കാൻ പറഞ്ഞാണ്ടി. അള്ളാൻ്റെ ദുനിയാവിലൊക്കെ നല്ലൽക്ക് നടന്നാൽ നബീസോ നാളെ ആഖിറത്തൊക്കെ അതൊരു കാര്യത്തിൽപ്പെടും. അതൊക്കെ എൻ്റെ പേരക്കുട്ടിക്കും മരുവൾക്കും ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താണ്ടി. പൊന്നാര കുട്ടികളെ ബീരങ്കാക്കാക്ക് പറയാനുള്ളതേ കല്യാണപ്രായമായ പെൺകുട്ടികളോടട്ടോ ഓലന്മാരും കൂടി ഒന്ന് കേൾക്കണം കേട്ടോ.
ഒരു മൂലേര് കുടുംബത്തിൽ നിന്ന് ഒരു കല്യാണം വന്നാലേ നമ്മളത് തട്ടിത്തെറിപ്പിച്ച് ഒഴിവാക്കും മാണ്ടാറിന് കണ്ട് മൂലേരായി എന്നുള്ള കാരണത്താൽ മൂലേരായാലേ ഒരു കുഴപ്പമില്ല. ഭൗതികപരമായിട്ടും മതപരമായിട്ടും നല്ല അറിവ് ഇപ്പോൾ എല്ലാ മൂലയന്മാർക്കും ഉള്ളതാണ്. ഓല കുടുംബത്തിൽ കയറി ചെന്നിട്ട് ഒരു പെൺകുട്ടികളും പട്ടിണി എടുക്കേണ്ട അവസ്ഥ ഒന്നും വരില്ല. ഓൽക്ക് പ്രത്യേക ഒരു ബർക്കത്ത് അള്ള കൊടുക്കുന്നുണ്ട്. പിന്നെ ഓലടിക്ക് ചെന്നാൽ ഒന്ന് മറച്ച് നടക്കണം എന്നുള്ളതാണ് പെൺകുട്ടികൾക്കുള്ളത്. എന്താ ഒന്ന് മറച്ച് നടക്കുന്നുണ്ട്? അവനാൻ്റെ ഔറത്ത് മറച്ച് നടക്കേണ്ടതിന് ഒന്നും വിചാരിച്ചേണ്ട, നല്ല കാര്യമാണ്. അപ്പം നല്ല രീതിയിൽ ജീവിച്ചാനേ മൂലയന്മാരുടെ അടിയിൽ പറ്റൂല എന്നുള്ളൊരു തോന്നലേ ഒരു പെൺകുട്ടിയാക്കും വേണ്ടാന്നാണ് ഈ ബീരാങ്കാക്കാക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ.